ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെല്ലാം കാത്തിരുന്ന LPUP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. LPUP LP സ്കൂൾ ടീച്ചറിൻ്റെ കാറ്റഗറി നമ്പർ 709/2023 ആണ്. ശമ്പളം നൽകിയിരിക്കുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. പിന്നീട് ആൻറ്റിസിപ്പേറ്ററി ഒഴിവുകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തിരിച്ചുള്ള മറ്റു കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് എന്ന് നൽകിയിട്ടുണ്ട്. പ്രായപരിധി 18-നും 40-നും മധ്യയുള്ള ഉദ്യോഗാർത്ഥികളാണ്. 2/1/1983-നും 1/1/2005-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. യോഗ്യത നോക്കാം. കേരള കമ്മീഷണർ നടത്തുന്ന SSLC പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തുല്യമായ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം. അതുമല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം. രണ്ടാമത്തെ യോഗ്യത, കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന TTC പരീക്ഷ വിജയിച്ചിരിക്കണം. മൂന്നാമത്തെ യോഗ്യത, കേരള സർക്കാർ ഈ തസ്തികയിൽ നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് KTET പാസ്സായിരിക്കണം. കുറച്ച് എക്സെപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ എക്സെപ്ഷൻ? ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ CTET, NET, SET, MPhil, PhD ഏതെങ്കിലും വിഷയത്തിൽ MEd യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ TET യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത നോക്കാം. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 1-ൽ നിന്നും അതുപോലെ CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 2-ൽ നിന്നും ഒഴിവാക്കാവുന്നതാണെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് പകരമായി CTET യോഗ്യത സ്വീകരിക്കുന്നതല്ല. നോക്കാം. ഇവിടെ 3 പോയിന്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. രണ്ടാമത്തേതായി SSLCക്ക് പാർട്ട് 1-ലോ പാർട്ട് 2-ലോ മലയാളം പഠിക്കാത്തതോ പഠനമാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്കുള്ള നിയമനത്തിന് അർഹരല്ല. ഓക്കെ. അടുത്തത്, TTCക്ക് പകരമായി B.Ed യോഗ്യത സ്വീകരിക്കുന്നതല്ല. ഈ എഴുത്ത്, അതായത് OMR പരീക്ഷ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ടെങ്കിൽ ചോദ്യക്കടലാസ് മലയാളത്തിൽ ആയിരിക്കും. ഉത്തരങ്ങളും മലയാളത്തിൽ തന്നെ എഴുതേണ്ടതാണ്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് OMR എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. OMR പരീക്ഷ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. OMR ഉത്തരക്കടലാസ് സംബന്ധിച്ച് ഉത്തരങ്ങൾ എഴുതുന്നതിന് പകരം നിർദ്ദേശിക്കുന്ന പ്രകാരം അടയാളപ്പെടുത്തേണ്ടതാണ്. ഓക്കെ. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. PSC വഴി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇവിടെ നൽകിയിട്ടുണ്ട്. 31/1/2024, അതായത് ജനുവരി 31-നകം അപേക്ഷിച്ചിരിക്കണം. ഓക്കെ. ഇത്രയുമാണ് LP സ്കൂൾ ടീച്ചറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് UP ആണ്. നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 707/2023 ആണ് UP സ്കൂൾ ടീച്ചറുടെ കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതുപോലെ
45,600 മുതൽ 75,400 വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 14 തന്നെയാണ് വയസ്സ് നൽകിയിരിക്കുന്നത്. SLC, പ്രീ ഡിഗ്രി, ഹയർ സെക്കൻഡറി ആണ് യോഗ്യത നൽകിയിരിക്കുന്നത്. അതുപോലെ TTC എക്സാമിനേഷൻ, അതുപോലെ B.Ed, എ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ആൻഡ് B.Ed, BT, LT conferred or organized by the universities in Kerala. അടുത്തത് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, കേട്ടിട്ട് പാസ്സായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ എക്സെപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് സെയിം തന്നെയാണ്, 31/1/2024. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ യോഗ്യതയുള്ളവർ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.